SIR-ൽ കുടുങ്ങി പൗരനില്ലാതാവുന്നു. നമ്മൾ ഭയപ്പെട്ടേ മതിയാകും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വന്ന വാർത്ത വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ പാസ്പോർട്ട് ലഭിക്കില്ല എന്നതാണ്. കുറച്ച് ദിവസം മുമ്പ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് പാസ്പോർട്ട് പൗരത്വ രേഖയല്ല എന്നായിരുന്നു. ആ പൗരത്വ രേഖയില്ലാത്ത പാസ്പോർട്ട് കിട്ടാൻ പൗരനാണ് തെളിയിക്കേണ്ടി വന്നിരിക്കുന്നു ഒരു കേരളക്കാരൻ. അതും 40-40 വർഷം അറിയപ്പെടുന്ന മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക്. ടെലിഗ്രാഫ് പത്രത്തിന്റെ മുൻ എഡിറ്ററായ ആർ രാജഗോപാൽ അമേരിക്കയിലുള്ള തന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് പാസ്പോർട്ട് പുതുക്കാൻ തയ്യാറാവുന്നത്. അദ്ദേഹം 2026 ഫെബ്രുവരി 27 പാസ്പോർട്ട് പുതുക്കാൻ അപേക്ഷ നൽകി. മാർച്ച് 19 ബയോമെട്രിക് നടപടികൾ പൂർത്തിയാക്കി. തുടർന്ന് കേസ് പോലീസ് വെരിഫിക്കേഷനിലേക്ക് പോയി. പോലീസ് വെരിഫിക്കേഷൻ നടക്കുമ്പോഴാണ് അദ്ദേഹം പൗരനില്ലാതാകുന്നത്. അതിന് കാരണം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പശ്ചിമ ബംഗാളിൽ നടത്തിയ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ SIR-ന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എന്നതാണ്. പോലീസ് പരിശോധനയിൽ അദ്ദേഹത്തിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലെന്ന ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന തന്റെ പാസ്പോർട്ട് പുതുക്കി നൽകാൻ അധികാരികൾ തയ്യാറാവുന്നില്ല. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. വിളിപ്പിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ വിളിപ്പിക്കുന്നതെന്ന് പറയുന്നില്ല, എന്ത് ഡോക്യുമെന്റ് കൊടുക്കണമെന്ന് പറയുന്നില്ല. ഒരു മനുഷ്യനെ ഹരാസ് ചെയ്യുന്നതിൽ കഴിയുന്നത്ര ഹരാസ് ചെയ്യാന്നിരിക്കുക. അത് മാത്രമല്ല, ഞാൻ ഈ ഫെബ്രുവരി തൊട്ട് രാവിലെ ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. രാവിലെ എണീറ്റ് ലോഗിൻ ചെയ്ത് നോക്കും, എന്റെ സ്റ്റേറ്റസ് എന്താണ്, അപ്പീലിന്റെ സ്റ്റേറ്റസ് ആണ് പെൻഡിങ്, പാസ്പോർട്ട് സ്റ്റേറ്റസ് ആണ് പെൻഡിങ്. പിന്നീട് 1959 എന്റെ അമ്മ തിരുവനന്തപുരത്ത് പഠിച്ച സ്കൂളിന്റെ ഇമെയിൽ അഡ്രസ് കണ്ടുപിടിക്കുക, അവർക്ക് എഴുതുക, എന്റെ അമ്മയുടെ പേരിന്റെ രജിസ്റ്ററിന്റെ ഫോട്ടോ കോപ്പി അയച്ചുതരാമോ, എന്റെ അച്ഛൻ പങ്കെടുത്ത മദ്യനിരോധന ജാഥയുടെ ഫോട്ടോ അയച്ചുതരാമെന്ന് പഴയ വളരെ പ്രായമുള്ള ഗാന്ധിയന്മാരെ വിളിക്കുക. അപ്പൊ 1959 ഞാൻ ഈ 2-3 മാസമായിട്ട് ജീവിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇവർക്ക് വേണ്ടത്. നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന പൊല്യൂഷൻ, നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല. നമ്മൾ ചർച്ച ചെയ്യേണ്ടത് 10,000 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ 1959 എന്റെ അമ്മ ഏത് സ്കൂളിൽ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഇതിൽ ഞാൻ ജീവിക്കുന്നത് ഇപ്പൊ 1959-ലാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോഴത്തെ അവസ്ഥ. ആർ രാജഗോപാൽ സാധാരണക്കാരൻ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഡൽഹിയിലും മുംബൈയിലും ജോലി ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 3 പതിറ്റാണ്ടിലേറെയായി അഥവാ 30 വർഷത്തിലേറെയായി അദ്ദേഹം കൊൽക്കത്തയിലാണ് താമസം. അദ്ദേഹം 1989 മലയാള ദിനപത്രമായ വേണാടിലാണ് തന്റെ മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത് തന്നെ. പിന്നീട് ദി എക്കണോമിക് ടൈംസ്, ബിസിനസ് സ്റ്റാൻഡേർഡ് എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു. അങ്ങനെയിരിക്കെ അദ്ദേഹം 1996 ദി ടെലിഗ്രാഫിൽ ചേർന്നു. 2016 മുതൽ 2023 വരെ പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. 2023 എഡിറ്റർ അറ്റ് ലാർജ് സ്ഥാനത്തേക്ക് മാറി. അതിനാൽ ടെലിഗ്രാഫിൽ തന്നെ ഏകദേശം 27 വർഷത്തോളം അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. അതിൽ 7 വർഷം എഡിറ്ററായും പ്രവർത്തിച്ചു. അതായത് അദ്ദേഹം കേരളത്തിൽ ജനിച്ചു വളർന്നെങ്കിലും തന്റെ ഔദ്യോഗിക മാധ്യമ പ്രവർത്തന ജീവിതത്തിന്റെ ഭൂരിഭാഗവും കൊൽക്കത്തയിലാണ് ചെലവഴിച്ചത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് വോട്ടർ പട്ടികയിൽ പേരുവെട്ടിയെന്ന ഒരൊറ്റ കാരണം കൊണ്ട് പാസ്പോർട്ട് പുതുക്കി നൽകാതെ സ്വന്തം മകളുടെ വിവാഹത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ പോയത്. ഏതൊരു പിതാവിന്റെയും മാതാവിന്റെയും ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും സ്വന്തം മക്കൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നത് കൺകുളിക്കെ കാണുക എന്നത്. ആ ഭാഗ്യമാണ് വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന ഒരൊറ്റ കാരണത്താൽ നിഷേധിക്കപ്പെട്ടത്. ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ, സ്വതന്ത്ര സമരസേനാനിയുടെ മകൻ, ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം പൗരത്വം തെളിയിക്കാൻ അദ്ദേഹം നെട്ടോട്ടം ഓടുന്നുണ്ടെങ്കിൽ സാധാരണ മനുഷ്യരായ നമ്മൾ ഈ രാക്ഷസ ഭരണത്തിന്റെ കീഴിൽ എന്തെല്ലാം അനുഭവിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ഇന്ത്യക്കാരായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾക്കാണ് ഓരോ ദിവസവും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഓരോ ദിവസവും ആവശ്യപ്പെടുന്നത് അമ്മ പഠിച്ച സ്കൂളിലെ രേഖകൾ, അച്ഛൻ സ്വതന്ത്ര സമരകാലത്ത് പങ്കെടുത്ത മദ്യനിരോധന ജാഥയുടെ ഫോട്ടോകൾ തുടങ്ങിയവയാണ്. അതായത് മണ്ണടിഞ്ഞു പോയ സത്യത്തിന്റെ ചിത്രങ്ങൾ പുനരാവിഷ്കരിച്ചു കൊടുക്കണം അവർക്ക്. ഇതിനെല്ലാം കാരണം 2022 വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല എന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ കോടതിയിൽ പറഞ്ഞത് SIR-ന് പൗരത്വരേഖയുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ SIR-ന് പുറത്തുള്ളവർ പാസ്പോർട്ടിന് പോലും അർഹതയില്ലാത്തവരായി മാറിയിരിക്കുന്നു. 2026 SIR-ൽ വോട്ടർ പട്ടികയിൽ അതുവരെ ഉണ്ടായിരുന്ന വോട്ട് വെട്ടിപ്പോയതുകൊണ്ടാണ് ആർ രാജഗോപാൽ പുതിയ പാസ്പോർട്ടിന് അർഹനല്ലാതാവുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന ഒരൊറ്റ കാരണത്താൽ സ്വന്തം അച്ഛനും അമ്മയും ഇന്ത്യക്കാരെന്ന് തെളിയിക്കാൻ ഒരു മകൻ ഈ രേഖകൾ ഉണ്ടാക്കാൻ നെട്ടോട്ടമോടേണ്ട ഗതി വരുന്നു. ഇതേത് ഇന്ത്യയാണ്? ആരുടെ ഇന്ത്യയാണ്? നാം ഇന്ത്യക്കാരനെന്ന് പറയാൻ ആരുടെയൊക്കെയോ അനുവാദമാണ് നമുക്ക് വേണ്ടത്.
മുമ്പ് രാവണാദി രാക്ഷസ കൂട്ടങ്ങളുടെ ശല്യം സഹിക്കവയ്യാതെ ഭൂമിദേവിയും ദേവഗണങ്ങളും ബ്രഹ്മാവിന്റെ മുമ്പിൽ ശരണം പ്രാപിച്ചപ്പോൾ ആ രാക്ഷസപ്പടയെ നിഗ്രഹിക്കാൻ മനുഷ്യകുലത്തിൽ രാമൻ പിറവിയെടുക്കാനുണ്ടായിരുന്നു. ഇന്ന് ആ രാമനെ തന്നെ വിലക്കെടുത്താണ് ആ രാക്ഷസപ്പട തീർത്തെളിക്കുന്നത്. ഈ കലിയുഗത്തിൽ ഇനിയൊരു രാമനും വരാനില്ല. ജാതിയുടെയും മതത്തിന്റെയും പാർട്ടികളുടെ കൊടികളുടെ നിറവും നോക്കി പരസ്പരം കലയിച്ചിരുന്നാൽ ആ രഥചക്രം നമുക്ക് മുകളിലൂടെയും നിർദാക്ഷിണ്യം ഉരുണ്ടുപോകും. നമുക്ക് മുകളിൽ പുതിയ രാവണക്കോട്ടകൾ ഉയരും. അത് നാം ഭയപ്പെട്ടേ മതിയാകും.